അപ്പോൾ നമ്മൾ SSLC ഫിസിക്സിൻ്റെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. അത്ര ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. 2-3 ട്രിക്കി ക്വസ്റ്റ്യൻസിനെ മാറ്റി നിർത്തിയാൽ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതായത് ആർക്കാണ് സിമ്പിൾ ആവുക? എല്ലാ മക്കൾക്കും സിമ്പിളാണോ? അല്ല, എല്ലാവർക്കും സിമ്പിളൊന്നുമല്ല. അതായത് അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് പിന്നെ ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്ത കുട്ടികൾക്ക് എന്താണ് സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മോഡൽ എക്സാം കഴിഞ്ഞു. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് കടന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം പാറ്റേണിൻ്റെ അല്ലെങ്കിൽ ആനുവൽ എക്സാം പാറ്റേണിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്താണ് നമുക്ക് എക്സാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാന്നുള്ളത് അല്ലേ. ഈ പേപ്പറൊക്കെ വന്ന് നമ്മൾ സിമ്പിളായിട്ട് A+ അടിക്കില്ല മക്കളെ. അപ്പോൾ എല്ലാ പേപ്പറും ഇങ്ങനെ ആവുമോ? അല്ല. അപ്പോൾ ഈ പേപ്പർ വളരെ സിമ്പിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ പ്രിപ്പറേഷനിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും ഒരു ലാഗ് അല്ലെങ്കിൽ ഭയങ്കര ഒരു കൂളാക്കി എടുക്കരുത് അല്ലേ. ചിലപ്പോൾ എന്താവും മക്കളെ, ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിന്ന് വരാം. അപ്പോൾ ടഫ് ആകുമ്പോൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ നിങ്ങളെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യണം, അടിപൊളിയാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. റെഡി അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ച് പോകാം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, അത് അത്ര സമയം കളയാനുള്ള പേപ്പറൊന്നും ഇല്ല, വളരെ സിമ്പിളായ ഒരു പേപ്പർ. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നോക്കാം. റെഡി, നമുക്ക് ഡിസ്കഷനിലോട്ട് കിടക്കാം. റെഡി അല്ലേ മക്കളെ? നോക്കിയടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ ഫ്രീക്വൻസി ഓഫ് AC ജനറേറ്റഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ അവർ കൺട്രി അല്ലേ. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന AC-യുടെ ആവൃത്തി അല്ലെങ്കിൽ എന്താണ് ഫ്രീക്വൻസി അല്ലേ മക്കളെ. എന്താണ് ഫ്രീക്വൻസി വരിക? നമ്മൾ ഓൾറെഡി എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. ദാറ്റ് ഈസ് 50 Hz. എന്താടാ 50 Hz. ആ വാല്യൂ നിങ്ങൾ മറക്കില്ലല്ലോ മക്കളെ. റെഡി. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ മക്കളെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചൂസ് ദി ഒപ്റ്റിക്കൽ ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ദി ടിൻഡാൽ ഇഫക്റ്റ് അല്ലേ. ടിൻഡാൽ ഇഫക്റ്റ് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് അല്ലേ. ടിൻഡാൽ പ്രഭാവത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഏതാണ് പ്രതിഭാസം? ഡിസ്പേർഷൻ ഉണ്ട്, സ്കാറ്ററിംഗ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ അല്ലേ. പ്രകീർണം, വിസരണം, പ്രതിപതനം, അപവർത്തനം അല്ലേ. ഇതിലേത് പ്രോസസ്സാണ് ടിൻഡാൽ ഇഫക്റ്റിൽ വരിക? സ്കാറ്ററിംഗ് ആണ് അല്ലേ. വിസരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഹൗ മെനി ഇമേജസ് ക്യാൻ ബി സീൻ വെൻ ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് 2 പ്ലെയിൻ മിറേഴ്സ് വിച്ച് ആർ കെപ്റ്റ് അറ്റ് എൻ ആംഗിൾ 45 ഡിഗ്രി അല്ലേ. 45 ഡിഗ്രി വെച്ചാൽ എത്ര പ്രതിബിംബങ്ങൾ കാണപ്പെടും അല്ലേ. അതായത് നമ്മളിവിടെ ഇത് എത്രയോ പ്രാവശ്യം ആനുവൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ ആകെ പഠിക്കണം എന്താ, ഇക്വേഷൻ എന്താ, നമ്പർ ഓഫ് ഇമേജസിൻ്റെ ഇക്വേഷൻ എന്താടാ, ദാറ്റ് ഈസ് ഈക്വൽ ടു 360/θ -1. എന്താടാ 360/θ -1. ഇവിടെ എന്താടാ, ഇവിടെ തീറ്റയുടെ വാല്യൂ എത്രയെന്ന് മാത്രം നോക്കിയാൽ മതി. അത് എത്രയാണ്? 45 ഡിഗ്രിയാണ്. എത്രയാടാ? 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് എത്രയാണ്? ദാറ്റ് ഈസ് 360/45 -1. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 - 1 വിച്ച് ഈസ് ഗിവിംഗ് ആൻസർ ആസ് 7 അല്ലേ. അപ്പോൾ എത്ര ഇമേജ് കിട്ടൂടാ, എത്ര പ്രതിബിംബങ്ങൾ കാണപ്പെടും? 7 എണ്ണം കാണപ്പെടും. റെഡി അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, തീറ്റയുടെ വാല്യൂ മാറിയനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ വാല്യൂസ് വന്നാൽ മാറ്റി കൊടുക്കുക അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? അപ്പോൾ നോക്കിയിടാം, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് വർക്ക്സ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേ. എന്താടാ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മോട്ടോർ തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദ്യം അല്ലേ. ഏതൊക്കെ തന്നുള്ളത്? ജനറേറ്റർ ഉണ്ട്, ട്രാൻസ്ഫോമർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, പിന്നെ എന്തുണ്ട്, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ അല്ലേ. ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇൻഡക്ടർ, പിന്നെ എന്താടാ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ, അതായത് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അല്ലേ. നമ്മൾ ആൻസർ ഏതാ, നമ്മൾ പഠിച്ചുള്ളതാണ്. മോട്ടോർ പ്രിൻസിപ്പിളിൽ ഇലക്ട്രിക് മോട്ടോർ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ ഉണ്ടല്ലേ. ഇവിടെ തന്നുള്ള ഓപ്ഷൻ ഏതാണ്? മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. സിമ്പിൾ അല്ലേ മക്കളെ? ഈസി അല്ലേ? ഓക്കെ അല്ലേടാ? നമുക്ക് എന്ത് ചെയ്യാം, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചൂസ് ദി കറക്റ്റ് ഗ്രാഫ് ദാറ്റ് റെപ്രസെന്റ് ദ കറണ്ട് ഇൻഡ്യൂസ് ഇൻ എൻ ആർമേച്ചർ ഓഫ് DC അല്ലേ. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് DC എന്നൊക്കെ തന്നിട്ടുണ്ടല്ലേ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ, അതായത് ഇവിടെ ഒരു DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ പ്രേരിതമാകുന്ന വൈദ്യുതിയെ സൂചിപ്പിക്കുന്ന ഗ്രാഫ്, ശരിയായ ഗ്രാഫ് ഏതാണെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവിടെ ആർമേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പോയിന്റ് അല്ലേ. ആർമേച്ചർ എന്ന് കൊടുത്താൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് ആർമേച്ചർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച മക്കളെ, ആർമേച്ചറിൽ ഏതാണ് വരിക? AC ആണ് വരിക അല്ലേ. എന്താണ് AC, ആൾട്ടർനേറ്റിംഗ് കറണ്ട് വരിക. ഏതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഗ്രാഫ്? ഗ്രാഫ് A എന്ന് പറഞ്ഞ ഗ്രാഫാണ് അല്ലേ. എന്താണ് A എന്ന് പറഞ്ഞ ഗ്രാഫ്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5th ക്വസ്റ്റ്യനും പറഞ്ഞിട്ടില്ലേ. നമ്മൾ അധിക സമയം ഡിസ്കസ് ചെയ്യാനുള്ളത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അടിച്ചു വിടുന്നത്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊക്കെ മെൻഷൻ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് തരും. ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വിച്ച് മിറർ ഈസ് യൂസ്ഡ് ആസ് എ റിയർ വ്യൂ മിറർ ഇൻ ദി വെഹിക്കിൾസ്? വൈ? വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി
മിററായി ഉപയോഗിക്കുന്ന ഏത് തരം ദർപ്പണങ്ങളാണ്? നോക്കുക, ഏതാണ്? ദാറ്റ് ഈസ് കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺവെക്സ് ദർപ്പണം. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് മക്കളെ? ഇറ്റ് ഹാസ് എ വൈഡർ ഫീൽഡ് അല്ലേ. എന്താണ്? ഇറ്റ് ഹാസ് വീക്ഷണ വിസൃതി കൂടുതലാണ് അല്ലേ. എന്താണ്? വീക്ഷണ വിസൃതി എന്താണ് മക്കളെ? കൂടുതലാണ്. അതിന് കൂടാതെ എന്തൊക്കെ അഡ്വാൻറ്റേജ് എക്സ്ട്രാ ഉള്ളത്? ഇറ്റ് ഈസ് ഓൾവേസ് ഫോമിങ് വിർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ് അല്ലേ. അതായത് എന്തൊന്നും കൂടി പറയാതെ ചെറുതും നിവർന്നതുമായ പ്രതിബിംബം മിഥ്യ, അതായത് എല്ലായ്പ്പോഴും എങ്ങനെ ഉണ്ടാവുക? മുഖ്യ ഫോക്കസിനും പോളിനുമിടയിൽ രൂപപ്പെടുന്നു അല്ലേ. എന്താണ് മക്കളെ? അതായത് നമുക്ക് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഫോക്കസിനും പോളിനും ഇടയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിയർ വ്യൂ മിറർ ആയിട്ട് എന്ത് തന്നെ യൂസ് ചെയ്യുന്നത്? കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺവെക്സ് ദർപ്പണം. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? നമുക്ക് എന്ത് ചെയ്യാം? നേരെ 7ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നോക്കിയേ, ദ മാർക്കിംഗ് ഓൺ ആൻ ഇലക്ട്രിക് ബൾബ് 230 വോൾട്ട് 100 വാട്ട്സ്. റെഡി അല്ലേ? നോക്കിയേ, വാട്ട് വിൽ ബി ദ പവർ ഇഫ് ഇറ്റ് വർക്ക് ഓൺ 115 വോൾട്ട് അല്ലേ. 230 വോൾട്ട് 100 വാട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു ഇലക്ട്രിക് ബൾബ് 115 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൻ്റെ പവർ എത്രയായിരിക്കും? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. പവറിന് ഇക്വേഷൻ മക്കളെ, ആ പവറിന് ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു V²/R അല്ലേ. P ഈസ് ഈക്വൽ ടു എന്താ? V²/R. ആർ എന്തായിട്ട് എടുക്കുക? ആർ ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ. ആർ എന്താണ്? കോൺസ്റ്റന്റ്. നമുക്ക് റിലേഷൻ അറിയാം. സിമ്പിളായിട്ട് 2 രൂപത്തിൽ സോൾവ് ചെയ്യാം അല്ലേ. ഇതൊരു റിപ്പീറ്റഡ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. പവർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വോൾട്ടേജ്. എന്താടാ? പവർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് വോൾട്ടേജ്. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഇവിടെ പവർ എന്തായത്? പവർ ബിക്കം ഹാഫ് അല്ലേ. പവർ എന്തായിടാ? ഹാഫായി. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് എന്താവും? 1/4 ആവും. അപ്പോൾ സിംപ്ലി നമുക്ക് പറയാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതായത് 230 വോൾട്ട് ഉള്ളത് എന്തായിട്ടുണ്ട്? 115 വോൾട്ട് ആയിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഷുവറായിട്ട് 100 ഉള്ളത് 1/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 25 വാട്ട്സ് എന്ന് വരും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇക്വേഷൻ വഴി സോൾവ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് എന്ത് എഴുതാം? നമുക്ക് ഫസ്റ്റത്തെ കേസ് അല്ലേ. എന്താണ്? ഫസ്റ്റ് കേസ് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമുക്ക് എന്താ എഴുതാം? ദാറ്റ് പവർ ഈസ് ഈക്വൽ ടു V²/R അല്ലേ. എന്താണ്? പവർ ഈസ് ഈക്വൽ ടു എന്താ? V²/R. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർ എന്താ എഴുതാം? ആർ ഈസ് ഈക്വൽ ടു V²/P. എന്താ? V²/P. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ദാറ്റ് ഈസ് V². ദാറ്റ് ഈസ് എന്താണ്? V² എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 230 അല്ലേ. എത്രയാണ്? 230. അങ്ങനെയാണെങ്കിൽ 230² P എത്രയാണ്? 100. റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ കേസിലെ സെക്കൻഡ് കേസ് എന്ന് എഴുതുകയാണ്. സെക്കൻഡ് കേസിൽ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് പവർ ഈസ് ഈക്വൽ ടു, സെക്കൻഡ് കേസിൽ പവർ എന്താ? V²/R. ഓക്കെ, സെക്കൻഡ് കേസിലെ പവർ എത്രയാടാ? ദാറ്റ് ഈസ് വോൾട്ടേജ് എത്രയാടാ? ദാറ്റ് ഈസ് 150²/R എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 230² എത്രയാണ്? 100 അല്ലേ. എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു, കട്ട് ചെയ്തൂടെ മക്കളെ? ദാറ്റ് ഈസ് 115ഉം 230 കട്ട് ചെയ്താൽ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ഈ 100 എന്ത് ചെയ്യും മക്കളെ? മുകളിലോട്ട് പോകുമ്പോൾ എന്ത് വരും? 1/4 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 വാട്ട്സ് എന്ന് വരും. എത്രടാ? 25 വാട്ട്സ്. അപ്പോൾ സിമ്പിൾ അല്ലേ മക്കളെ? ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് എന്താ ചെയ്തത്? രണ്ടാമത്തെ കേസിൽ പവറിൻ്റെ ഇക്വേഷൻ V²/R അതിൽ എന്തിട്ട് കൊടുത്തു? ദാറ്റ് ഈസ് 115² ടോട്ടലിൽ ആറിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 230² എത്ര? ഫസ്റ്റത്തെ കേസിലെ പവർ ദാറ്റ് ഈസ് 100. അപ്പോൾ എന്ത് വരും? ക്യാൻസലേഷൻ വന്നിട്ട് ന്യൂ പവർ ഈസ് ഈക്വൽ ടു എത്ര വരും? 25 വാട്ട്സ് എന്ന് വരും. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? അപ്പോൾ മക്കളെ 7 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കോപ്പി ദ ഫോളോയിങ് റേ ഡയഗ്രം ആൻഡ് കംപ്ലീറ്റ് ഷോ ദ ഇമേജ് ഫോർമേഷൻ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം പകർത്തി വരച്ച് പ്രതിബിംബ രൂപീകരണം പൂർത്തിയാക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ഇല്ലടാ. അതായത് റേ ഡയഗ്രം വരച്ച്, അപ്പോൾ നമ്മൾ ഈ റേ ഡയഗ്രം നോക്കിയാൽ മനസ്സിലായത് സ്പെഷ്യൽ കേസ് ആണല്ലേ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഇമേജ് ഫോർമേഷൻ പഠിക്കാനുള്ള സ്പെഷ്യൽ കേസ് ആണ് എന്ത്? ഒബ്ജക്റ്റ് കെപ്റ്റ് അറ്റ് 2F അല്ലേ. 2Fൽ വെച്ചിട്ടുള്ളതും പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് ഏതാ? ബിറ്റ്വീൻ F ആൻഡ് 2F. അപ്പോൾ നമുക്കറിയാം ഇമേജ് എവിടെ ഫോം ചെയ്യുക? ഇമേജ് 2Fൽ തന്നെയാണ് എന്ത് ചെയ്യുക? ഫോം ചെയ്യല്ലേ. ഇത് ഏത് കേസാണ്? റിഫ്രാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ്? ഒരു റേ എഫിലൂടെ വന്നാൽ എന്താണ്? റിഫ്രാക്ഷന് ശേഷം എന്താണ്? അതായത് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് പോവുക. റെഡി അല്ലേ? അതിൽ ഡൗട്ടില്ലല്ലോ മക്കളെ? ഡൗട്ടില്ലല്ലോടാ. സിമ്പിൾ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞു ഒരു പാരലായിട്ട് റേ പോയാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്താ ഉണ്ടാവുക? ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് വിൽ ഗോ ത്രൂ ദി ഫോക്കസ് അല്ലേ. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യണത് എന്താണ്? ഇറ്റ് വിൽ മീറ്റ് അറ്റ് ദി 2F. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ. അപ്പോൾ ഇമേജ് ഫോർമേഷൻ ഇവിടെ ഓൾറെഡി നമുക്ക് അറിയാൻ നോക്കിയാൽ പാരലായിട്ട് പോയാൽ അതായത് 2Fലൂടെ എത്തും അല്ലേ. 2Fൽ എന്താ? ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും അല്ലേ. പാരലായി പോയാൽ ഫോക്കസിലൂടെ കടന്നു പോകും, ഫോക്കസിലൂടെ കടന്നു പോയാൽ എന്താണ്? പാരലായിട്ട് വരും. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ. നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കേസാണ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോടാ. ഫോളോയിങ് ഫിഗർ ഷോസ് ഇമേജ് ഫോർമേഷൻ ഓഫ് എ നിയർ ബൈ ഒബ്ജക്റ്റ് ഇൻ ദി ഐ. അപ്പോൾ നോക്കാം. നോക്കി ഡിഫെക്ട്സ് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് അല്ലേ. ഐയുടെ ഡിഫെക്ട്സ് അല്ലേ. എന്താണ്? മെട്രോപ്പിയ, ഹൈപ്പർ മെട്രോപ്പിയ, അതൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കാം. നെയിം ദ ഡിഫെക്റ്റ് ഓഫ് ദി ഐ ഇൻ ദ ഫിഗർ അല്ലേ.
അടുത്തുള്ള ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം കണ്ണിൽ രൂപീകൃതമാകുന്ന രേഖാചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഈ കണ്ണിൻ്റെ ന്യൂനത എന്താണ്? ഏതാ ന്യൂനത? എന്താ? ദ ഡിഫക്റ്റ് ഈസ് ഹൈപ്പർമെട്രോപ്പിയ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ലോങ് സൈറ്റഡ്നെസ്, അല്ലെ, ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇവിടെ ഇമേജ് ഫോർമേഷൻ ശ്രദ്ധിച്ച മക്കളെ, റെറ്റിനയിൽ നിന്നും കടന്നു പോയിട്ട് ആ റെറ്റിനയുടെ പിന്നിലാണ് അല്ലെങ്കിൽ പിൻഭാഗത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡിഫക്റ്റിന് പേരെന്താടാ? ലോങ് സൈറ്റഡ്നെസ് ഹൈപ്പർമെട്രോപ്പി അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്ന് പറയും. റെഡി അല്ലേ? വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് യൂസ്ഡ് ടു റെക്ടിഫൈ ദിസ് ഡിഫക്റ്റ്? നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇവിടെ ഉണ്ടായ ഇമേജിനെ തിരിച്ചെന്ത് ചെയ്യണം? റെറ്റിനയിലേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഏത് ലെൻസാണ് യൂസ് ചെയ്യുക മക്കളെ? കോൺവെക്സ് ലെൻസ് അല്ലേ? എന്താണ് കോൺവെക്സ് ലെൻസ്? ഹൈപ്പർമെട്രോപ്പിയക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാ മക്കളെ? കോൺവെക്സ് ലെൻസ് ആണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഡിഫക്റ്റിൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. റെഡി അല്ലേ? ഇനി നോക്കാം മക്കളെ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ എനർജി ഫ്രം ദ ഫോളോയിങ് സോഴ്സ് ആസ് ഗ്രീൻ എനർജി ആൻഡ് ബ്രൗൺ എനർജി അല്ലേ? എന്താണ് ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി? ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർംഫുൾ ഇഫക്ട്സ് കുറവുള്ള, അഡ്വാൻറ്റേജസ് ആണ് കൂടുതലുള്ളത്. ബ്രൗൺ എനർജി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഹാർംഫുൾ ഫോർ ദ എൻവയോൺമെന്റ്. റെഡി അല്ലേ? അതായത് ഇവിടെ തന്നുള്ളതൊക്കെ അറ്റോമിക് റിയാക്ടർ, വിൻഡ് മിൽ, തെർമൽ പവർ സ്റ്റേഷൻ ആൻഡ് സോളാർ സെൽ. താഴെ നൽകിയിരിക്കുന്ന സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്ന് പട്ടികപ്പെടുത്തുക. അറ്റോമിക് റിയാക്ടർ എന്നുണ്ട്, കാറ്റാടി ഉണ്ട്, തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്, സോളാർ സെൽ ഉണ്ട് അല്ലേ? അപ്പോൾ അഡ്വാൻറ്റേജസ് തരുന്ന എനർജി അല്ലെങ്കിൽ ഹാർംഫുൾ ഇഫക്ട്സ് കുറവുള്ള എനർജി ഏതൊക്കെ മക്കളെ? ഗ്രീൻ എനർജി, വിൻഡ് മില്ലും സോളാർ സെല്ലും അല്ലേ? എന്തൊക്കെയാടാ? വിൻഡ് മില്ലും സോളാർ സെല്ലും. റെഡി അല്ലേ മക്കളെ? അതാണ് ഗ്രീൻ എനർജി വരുന്നത്. വിൻഡ് മിൽ എന്ന് പറഞ്ഞാൽ കാറ്റാടി, പിന്നെന്താണ്? സോളാർ സെല്ല്. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി പ്രൊഡക്ഷനിൽ എന്തുണ്ട്? ഹാർംഫുൾ ഇഫക്ട്സ് ഉണ്ട് അല്ലേ? എന്താടാ? ഹാർംഫുൾ ഇഫക്ട്സ്. അപ്പോൾ ഹാർംഫുൾ ഇഫക്ട്സ് വരുന്നത് എന്താണ്? ഒന്ന് അറ്റോമിക് റിയാക്ടറും, രണ്ടാണ് തെർമൽ പവർ സ്റ്റേഷൻ അല്ലേ? എന്താണ് അറ്റോമിക് റിയാക്ടറും തെർമൽ പവർ സ്റ്റേഷനും. സിമ്പിൾ അല്ലേ മക്കളെ? 11ാമത്തെ ക്വസ്റ്റിലോട്ട് കിടക്കല്ലേ? എന്താ ക്വസ്റ്റ്യൻ? എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ 230 വോൾട്ട് AC സപ്ലൈസ് 10 വോൾട്ട് to an electric device. The number of turns in the primary coil is 4600 അല്ലേ? അതായത് ഇതൊരു ട്രാൻസ്ഫോമർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ട്രാൻസ്ഫോമർ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ? ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഒന്നാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. റെഡി അല്ലേ മക്കളെ? അപ്പോൾ നോക്കി, ട്രാൻസ്ഫോമറിൽ ഈ കേസ് ഏതാ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലേ? നമുക്ക് തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാം അല്ലേ? 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് എന്താണ് വൈദ്യുതി ഉപകരണത്തിന് പോകുന്നത്? വെറും എത്രയാണ്? 10 വോൾട്ട് മാത്രമാണ് അല്ലേ? പക്ഷേ ഇതിൽ തന്നിട്ടുള്ളത് പ്രൈമറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് ആയിട്ട് തന്നുള്ളത് എത്രയാണ്? 4600 ആണല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ റിലേഷൻ എന്താ? ഇവിടെ തന്ന ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് എടുത്ത് എഴുതാം. റെഡി അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? പ്രൈമറി വോൾട്ടേജ് അല്ലേ? പ്രൈമറി വോൾട്ടേജ് എത്ര? 230 വോൾട്ട് അല്ലേ? എന്താണ് സെക്കൻഡറി വോൾട്ടേജ് എത്രയാടാ? സെക്കൻഡറി വോൾട്ടേജ് 10 വോൾട്ടാണ് അല്ലേ? പിന്നെ തന്നുള്ള എന്താ? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി പ്രൈമറി കോയിൽ എത്രയാണ്? 4600 അല്ലേ? എത്രയാണ്? 4600. നമ്മളോട് ഫസ്റ്റ് ചോദിച്ച ചോദ്യം എന്താ? കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ അല്ലേ? സെക്കൻഡറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് ആണ് ചോദ്യം അല്ലേ? NS ആണ് ചോദ്യം. റെഡി അല്ലേ? നമുക്ക് ഇവിടുത്തെ റിലേഷൻ എന്താ അറിയാം? ദാറ്റ് ഈസ് voltage is directly proportional to number of turns. എന്താ? voltage is directly proportional to number of turns അല്ലേ? എന്താ? directly proportional to number of turns. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാം, that is voltage primary by voltage secondary is equal to number of turns primary by number of turns secondary അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ മക്കളെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ വരിക? that is number of turns secondary NS into VP is equal to എന്താ? NP into VS. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? കണ്ടുപിടിക്കാൻ പറഞ്ഞത് NS അല്ലേ? number of turns സെക്കൻഡറി. അങ്ങനെയാണെങ്കിൽ ഈ VP യോടെ വെക്കേണ്ട സാറേ എന്ത് ചെയ്യേണ്ടത്? അത് താഴേക്ക് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് NS is equal to NP into VS by VP അല്ലേ? ഇനി പറഞ്ഞു ദാറ്റ് ഈസ് പ്രൈമറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് എത്രയാടാ? 4600 ഇൻറ്റു വോൾട്ടേജ് സെക്കൻഡറി എത്രയാണ്? വോൾട്ടേജ് സെക്കൻഡറി 10 ആണ്. വോൾട്ടേജ് പ്രൈമറി എത്രയാടാ? വോൾട്ടേജ് പ്രൈമറി തന്നിട്ടുള്ളത് 230 വോൾട്ടാണ് അല്ലേ? സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് എത്ര കിട്ടൂടാ? 200 എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് കോയിൽ ഓഫ് ദിസ് ട്രാൻസ്ഫോമർ ദ തിക്ക് വയർ ഈസ് യൂസ്ഡ് അല്ലേ? ഈ ട്രാൻസ്ഫോമറിൽ ഏത് കോയിലായിരിക്കും വണ്ണം കൂടിയ കമ്പി ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് അല്ലേ? ഇത് ഏത് ട്രാൻസ്ഫോമർ ആണോടാ? അതായത് ഇത് ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ അല്ലേ? സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ എന്താണ്? തിക്ക് വയർ എവിടെ യൂസ് ചെയ്യുക? അതായത് തിക്ക് കോയിൽ യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്? അല്ലേ? സെക്കൻഡറി സർക്യൂട്ടിലാണ്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേടാ? അതാണ് എന്ത്? 11th ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡി? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം അല്ലേ? ഇവിടെ തന്നുള്ള എന്താ? അത് മാച്ച് ചെയ്യാനുള്ള സിമ്പിളസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എന്തൊക്കെ തന്നുള്ള? ഹീറ്റിംഗ് ഓയിൽ, ഫിലമെന്റ്, ഫ്യൂസ് വയർ, ടങ്സ്റ്റൺ, alloy of tin and lead, alnico, nichrome, safety fuse, electric heater, incandescent lamp, ഇൻഡക്ടർ എന്നൊക്കെ തന്നിട്ടില്ലേ? നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 3 ഓപ്ഷന് മാച്ച് ചെയ്താൽ മതി അല്ലേ? ഹീറ്റിംഗ് കോയിൽ, ഫിലമെന്റ്, ഫ്യൂസ് വയർ അല്ലേ? ഹീറ്റിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നത് ഏതാടാ?
ഹീറ്റിംഗ് കോയിൽ യൂസ് ചെയ്ത എന്താ നമുക്കറിയാം നിക്രോം അല്ലേ. ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺ ദി ഇലക്ട്രിക് ഹീറ്റിംഗ് പ്രിൻസിപ്പിൾ അല്ലേ. ഇലക്ട്രിക് ഹീറ്റർ ആണ് അല്ലേ. ഇലക്ട്രിക് ഹീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഹീറ്റിംഗ് ഇഫക്റ്റിലാണ് എന്ത് ചെയ്യുക ഇവിടെ നിക്രോം വർക്ക് ചെയ്യുക. റെഡി അല്ലേ, സിമ്പിൾ അല്ലേടാ. നെക്സ്റ്റ് നോക്കിയ ഫിലമെന്റ് യൂസ് ചെയ്യുന്നതാണ് ഫിലമെന്റിൽ ടങ്സ്റ്റൺ ഫിലമെന്റ് അല്ലേ. ടങ്സ്റ്റൺ ഫിലമെന്റ് എന്ന് പറയാറില്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് എവിടെയാണ് ഇൻകാൻഡസെന്റ് ലാമ്പ്. എന്താ ഇൻകാൻഡസെന്റ് ലാമ്പ്. പിന്നെ ഫ്യൂസ് വയർ എവിടെ യൂസ് ചെയ്യാറ് എലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് അല്ലേ. എലോയ് ഓഫ് എന്താണ് ടിൻ ആൻഡ് ലെഡ്സ്. ഓക്കെ, ഫ്യൂസ് വയർ എന്താണ് അതൊരു സേഫ്റ്റി ഫ്യൂസ് ആണ് അല്ലേ. അതെന്താണ് ഒരു സേഫ്റ്റി ഫ്യൂസ് ആണ്. റെഡി അല്ലേ മക്കളെ, സിമ്പിൾ അല്ലേ. അതായത് ഹീറ്റിംഗ് കോയിൽ നിക്രോമായിട്ട് ഉണ്ടാക്കിയുള്ളത് അതെന്താണ് ഒരു ഇലക്ട്രിക് ഹീറ്റർ ആണ്. ഫിലമെന്റ് എന്താണ് ടങ്സ്റ്റൺ, അതായത് ഇൻകാൻഡസെന്റ് ലാമ്പ്. ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ എന്താ ടിന്നിന്റെയും ലെഡിന്റെയും ഒരു സങ്കരമാണ്. അതെന്താണ് ഒരു സുരക്ഷാ ഫ്യൂസ് ആണ് അല്ലേ. എന്താണ് ഒരു സേഫ്റ്റി ഫ്യൂസ് ആണ്. അതാണ് എന്ത് ദിസ് ഈസ് ഓൾ അബൌട്ട് ദി 12th ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലടാ, നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. റെഡി അല്ലേ. ഓക്കെ, നോക്കാം. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ മക്കളെ 13th ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നോക്കിക്കോ. ഒബ്സർവ് ദ റേ ഡയഗ്രാം, ആൻസർ ദ ഫോളോയിങ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഒപ്റ്റിക്കൽ ഫിനോമിനൻ ഷോൺ ഇസ് ദിസ് ഡയഗ്രാം അല്ലേ. ഈ ഡയഗ്രത്തിൽ ഷോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ള ഒപ്റ്റിക്കൽ ഫിനോമിനൻ ഏതാണെന്ന ചോദ്യം. നോക്കിക്കേടാ. ഇവിടെ നോക്കിയേ, ഗ്ലാസ് ടു എയർ ഇന്റർഫേസിൽ നിന്ന് ഒരു റേ പോകുന്നുണ്ട് അല്ലേ. ഇതെന്താണ് ഇൻസിഡന്റ് റേ ആണ്. ഇതെന്താണ് ഇത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലേ. അതേ മീഡിയത്തിലോട്ട് തന്നെ റിഫ്ലക്ട് ചെയ്ത് വരുവാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ. നമ്മളിവിടെ പഠിച്ചൊരു ആംഗിൾ ആണിത് ഒപ്റ്റിക്കൽ ആംഗിൾ. സോ ഇത് ഏത് ഫിനോമിനൻ ആണെന്നാണ് ആദ്യത്തെ ചോദ്യം അല്ലേ. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന പ്രകാശന പ്രതിഭാസം നിർവചിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഏതാണ് അത് പൂർണ്ണാന്തര പ്രതിപതനം, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്താ മക്കളെ? അതായത് റിഫ്ലക്ഷൻ എങ്ങനെ അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യല്ലേ. അതെന്താ അതിന്റെ കാരണം എന്താ? അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിലോട്ട് പോകുമ്പോൾ അത് അവിടുത്തെ ഒരു വേറെ പ്രത്യേകത കൊണ്ടുണ്ട്. എന്താ ഇൻസിഡന്റ് ആംഗിൾ എന്തായിരിക്കണം ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ. എന്താണ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുക അതേ മീഡിയത്തിലോട്ട് റിഫ്രാക്ഷന് പകരം എന്തുണ്ടാവും റിഫ്ലക്ഷൻ ഉണ്ടാവും. റെഡി അല്ലേ മക്കളെ? എന്താണ് റിഫ്രാക്ഷന് പകരം എന്തുണ്ടാവുക റിഫ്ലക്ഷൻ ഉണ്ടാവും. ഓക്കെ, റെഡിയാണ്. ഓക്കെ, ആ പ്രതിഭാസത്തിന്റെ ഡെഫിനിഷനും കൂടെ എന്ത് ചെയ്യണം നമ്മൾ നിർവചിക്കാനും കൂടെ ഈ ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞിട്ടുണ്ട്. റെഡി അല്ലേ? നോക്കിയേ, വിൽ ദ ഫിനോമിനൻ ടേക്ക് പ്ലേസ് ഇഫ് ദ റേസ് അലൗഡ് ടു ഫോൾ ഫ്രം വാട്ടർ ടു എയർ ഇൻ ദ സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോക്കിയടാ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോക്കിയേ, ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ നോക്കിയേ 45 ഡിഗ്രി അല്ലേ കൊടുത്തുള്ളത്. നോക്കിയേ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാടാ 45 ഡിഗ്രി. ഇനി ജലത്തിന് വാട്ടറിന്റെ ക്രിറ്റിക്കൽ ആംഗിൾ എത്രയാടാ? വാട്ടറിന്റെ ക്രിറ്റിക്കൽ ആംഗിൾ 48.6 ഡിഗ്രി ആണ് അല്ലേ. എത്രയാടാ 48.6 ഡിഗ്രി. പക്ഷെ ഇവിടെ എന്താണ് ക്രിറ്റിക്കൽ ആംഗിളിനേക്കാൾ കുറഞ്ഞ ആംഗിളാണ് ഇൻസിഡന്റ് ആംഗിൾ അല്ലേ. നോക്കിയടാ, ക്രിറ്റിക്കൽ ആംഗിൾ 48.6 ആണ്. പക്ഷെ ഇവിടെ എത്ര തന്നുള്ളത് 45 ഡിഗ്രിയാണ്. പക്ഷെ അവിടെ എന്ത് നടക്കുള്ള കണ്ടീഷൻ ആയിട്ടില്ല അല്ലേ. ഇവിടെ ഇൻസിഡന്റ് ആംഗിൾ ലെസ് ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എന്ത് നടക്കില്ല ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കില്ല. എന്നാൽ ഈ കേസിൽ എന്തുകൊണ്ട് നടന്ന് അവിടെ എന്താണ് 45നേക്കാൾ കുറവാണ്. ഗ്ലാസ് ടു എയർ ഇന്റർഫേസിലുള്ള ക്രിറ്റിക്കൽ ആംഗിൾ എന്താണ് 42നേക്കാൾ കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്താണ് അത് 45നേക്കാൾ കുറവല്ലേ മക്കളെ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇൻസിഡന്റ് റേ അതായത് ഇൻസിഡന്റ് ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ സി ആണ് അല്ലേ. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിച്ചു. എന്നാൽ ഈ കേസിൽ എന്തല്ല ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കില്ല. റെഡി അല്ലേ? ഈസി അല്ലേ മക്കളെ? എളുപ്പമല്ലേ മക്കളെ? അപ്പോൾ ഇതെന്താണ് ഇത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ കുറച്ച് എന്താണ് ഒരു ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. വെൻ എൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മളിവിടെ തന്നെ എഴുതി HO, അതായത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു 4. റെഡി അല്ലേ? ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ at a distance 30 cm away from it. The image is formed at a distance 15 cm away from the same side of the mirror. Find the focal length അല്ലേ. എന്താണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. റെഡി അല്ലേ? അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇതൊരു മിറർ ആണല്ലോ. മിറർ ആണെങ്കിൽ മിറർ ഫോമിൽ യൂസ് ചെയ്യുക 1/f is equal to 1/v minus 1/u. എന്താണ് 1/v minus 1/u? എന്ത് ചെയ്യുക ക്രോസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക F is equal to uv by u minus v. എന്താടാ ദാറ്റ് ഈസ് എന്താ നമുക്ക് കിട്ടുക F is equal to ഇതൊരു ഷോർട്ട് ഇക്വേഷൻ ആണ് അല്ലേ. നമ്മളോട് പഠിച്ചേക്കാൻ പറയുന്ന ഷോർട്ട് ഇക്വേഷൻ എന്ത് F is equal to uv by u minus v. റെഡി അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ യും വി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അവിടെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഡൗട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമുക്ക് ഇവിടെ വേറെ കുറച്ച് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എന്താ ഒന്ന് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും മൈനസ് അല്ലേ ലെഫ്റ്റ് അല്ല വരിക. അതായത് എന്ത് ചെയ്തു -30 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി വി എന്താ? വി ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെയിം സൈഡിലാണ് അല്ലേ. സെയിം സൈഡാണെങ്കിൽ എന്താ ഇവിടെ തന്നുള്ളത് 15 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് -15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലോട്ട് ഇട്ട് കൊടുത്താൽ പോരെ മക്കളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു -10 സെൻറ്റിമീറ്റർ. എത്ര കിട്ടൂടാ -10 സെൻറ്റിമീറ്റർ. റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മാഗ്നിഫിക്കേഷൻ അല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഫോക്കൽ
അല്ലെങ്കിൽ ഫോക്കസ് ദൂരം കണ്ടെത്താനാണ്. രണ്ടാമത്തെ എന്താ, പ്രതിബിംബത്തിന്റെ ആവർത്തനം കണ്ടെത്തുക. ആവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നിഫിക്കേഷൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ മക്കളെ, മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു -v/u. എത്രടാ, -v/u. റെഡി അല്ലേ, സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു ഓൾറെഡി സാറേ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഓക്കെ മറക്കുന്നില്ല. ഓക്കെ -15 എത്രയാണ്, -15 -30. മൈനസ് ക്യാൻസൽ ചെയ്താൽ എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു -12. അപ്പോൾ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം എന്ന് പറയുന്നത് എത്രയാടാ, -0.5. എത്രയാണ്, -0.5. സിമ്പിൾ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ എഴുതിയെടുക്കുക. അപ്പം മിറർ ആയതുകൊണ്ട് നമ്മൾ മിറർ ഫോമിലെ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ കൂടി ഉണ്ട് അല്ലേ, ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷനും കൂടെ നമ്മൾ യൂസ് ചെയ്ത്. സിമ്പിൾ അല്ലേ മക്കളെ? നമ്മൾ 14 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് കേട്ടോ, ആകെ ഒരു 20 ക്വസ്റ്റ്യൻ ഉള്ള സിമ്പിൾ പേപ്പറാണ്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇതേപോലത്തെ പേപ്പറിനാ വരികയെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ അടിച്ചു വിട്ട് പോവുകയാണ്, നമുക്ക് ടഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സമയം എടുത്തിട്ട് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ, സെറ്റിലെ മക്കളെ? നോക്കാം. LPG ഈസ് എ പെട്രോളിയം പ്രൊഡക്റ്റ്. ഈ കഥ നമുക്ക് അറിയേണ്ട ആവശ്യം. നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് LPG? ഒരു പെട്രോളിയം ഉൽപ്പന്നമാണ്. LPGയിലെ പ്രധാന ഘടകം എന്താണ്? പ്രധാന ഘടകം എന്താ നമുക്കറിയാം, അതെന്താണ്, അത് ബ്യൂട്ടൈൻ ആണ് അല്ലേ. പ്രധാന ഘടകം എന്താ, ബ്യൂട്ടൈൻ. ദ മാർക്കിംഗ് ഓൺ എൻ LPG സിലിണ്ടർ ഈസ് D25. വാട്ട് ഡസ് ദിസ് ഇൻഡിക്കേറ്റ് അല്ലേ? ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്, ഇവിടെ രേഖപ്പെടുത്തിയുള്ളത് എന്താ, D25. റൈറ്റ് 2 പ്രിക്കോഷൻ ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡന്റ് അല്ലേ. അതായത് LPG ചോർച്ച മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട 2 മുൻകരുതലുകൾ എഴുതുക. നമ്മൾ ഒരുപാട് മുൻകരുതലുകൾ പഠിച്ചിട്ടുണ്ട്, അതിൽ 2 എഴുതാൻ പറഞ്ഞുള്ളത്. റെഡി അല്ലേ? അത് എന്താണ് നോക്കിയേ, ഒന്ന് നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം അല്ലേ, ഗ്യാസ് ലീക്ക് ഉണ്ടാകുന്ന നമ്മൾ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, എപ്പോഴും സിലിണ്ടർ അപ്രൈറ്റ് തന്നെ വെക്കണം. അതായത് അത് ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് അവേ ഫ്രം ദ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് അല്ലേ. അതായത് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അല്ലേ. അപ്പോൾ D25 എന്ന് മാത്രം എഴുതിയത് എന്താ, അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം, D25 എന്ന് പറഞ്ഞാൽ D അതിൻ്റെ മാസം, 25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർഷം. അതായത് December 25 വരെയാണ് അതിൻ്റെ കാലയളവ്. സിലിണ്ടറിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എന്താണ്, 2025 ഡിസംബർ വരെ ആണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. റെഡി അല്ലേ മക്കളെ? അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന്, വാതക ചോർച്ച ഉണ്ടായാൽ ജനലുകളും വാതിലുകളും തുറന്നിടണം അല്ലേ. അത് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ വാതിലും ജനലൊക്കെ എന്ത് ചെയ്യണം, തുറന്നിടണം അല്ലേ. പിന്നെന്താ ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യം എന്താ, വൈദ്യുത സ്വിച്ചുകൾ എന്ത് ചെയ്യണം, ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ അരുത് അല്ലേ. നമ്മൾ എന്താണോ സ്റ്റൈലിലുള്ളത് അതേപോലെ വെക്കുക അല്ലേ. എന്താ കാരണം, അവിടെ ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇനി റബ്ബർ ട്യൂബ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് ചോർച്ചയില്ലെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ റെഗുലേറ്റർ ഓൺ ചെയ്ത ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റൗവിൻ്റെ നോബ് തിരിക്കാവുള്ളൂ. അപ്പം എന്ത് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ എക്സാമിനോടൊപ്പം എന്ത് ചെയ്യണം, നമ്മൾ ഡെയിലി ലൈഫിലും കൂടെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? ഇനി നോക്കിയിട്ട് 16ാമത്തെ ചോദ്യം. 2 resistors are connected as shown in the figure അല്ലേ. ഏത് കണക്ഷനാടാ, ഏത് കണക്ഷനാ, പാരലൽ കണക്ഷൻ അല്ലേ. കണ്ടാലും മനസ്സിലായി, സിമ്പിൾ ആണെന്ത്, പാരലൽ കണക്ഷൻ അല്ലേ. നോക്കിയേ, പാരലൽ കണക്ഷൻ 6 ഓമും 3 ഓമും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സർക്യൂട്ടിൽ 2 പ്രതിരോധങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്? ഈ സർക്യൂട്ടിലെ സഫല പ്രതിരോധം, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇത് പാരലൽ അല്ലേ മക്കളെ? നോക്കിയേ, നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം അല്ലേ. 1/Rp = 1/R1 + 1/R2 എന്നൊക്കെ എഴുതാം. അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ഷോർട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഒരു ഷോർട്ട് ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഷോർട്ട് ഇക്വേഷൻ? അതാണ്, ദാറ്റ് ഈസ് Rp = R1 × R2/R1 + R2 അല്ലേ. അതെന്താ, എന്തൊക്കെ വാല്യൂസ് നമുക്കുള്ളത്, ദാറ്റ് ഈസ് 6ഉം 3ഉം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ. നമുക്ക് എഴുതി നോക്കാം, 6 × 3/6 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 18/9 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രടാ, 2 ഓം അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിലെ R ഇഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയാണ്, R ഇഫക്റ്റീവ് = 2 ഓം അല്ലേ. R ഇഫക്റ്റീവ് എത്രടാ, 2 ഓം. റെഡി അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദി അമ്മീറ്റർ റീഡിംഗ് വെൻ കറന്റ് പാസ് ത്രൂ ദി സർക്യൂട്ട്? നമുക്കറിയാം 2 ഡിവൈസ് ഉണ്ട്, ഒന്ന് അമ്മീറ്റർ ആണ്, എന്താണ് വോൾട്ട് മീറ്റർ ആണല്ലേ. ഒന്ന് അമ്മീറ്ററും ഒന്ന് വോൾട്ട് മീറ്റർ. അമ്മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുക, സീരീസിൽ കണക്ട് ചെയ്യും സാറേ. ഓക്കെ, വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യുക, പാരലായിട്ട് കണക്ട് ചെയ്യും. റെഡി അല്ലേ? ഇനി അമ്മീറ്റർ എന്താ മെഷർ ചെയ്യുക, മെഷേഴ്സ് ദി കറന്റ് അല്ലേ. എന്താണ് മെഷർ ചെയ്യുക, കറന്റ് ആണ് മെഷർ ചെയ്യുക. വോൾട്ട് മീറ്റർ എന്താ മെഷർ ചെയ്യുക, വോൾട്ട് മീറ്റർ മെഷേഴ്സ് ദി വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? അതാണോ ഇവിടെ ചോദ്യം ചോദിച്ചത്. ഈ സർക്യൂട്ടിലെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അമ്മീറ്റർ റീഡിംഗ് എത്ര ആവുന്ന, അമ്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്, കറന്റ് എന്നാന്ന് ഇൻഡയറക്ട്ലി ചോദിച്ചതല്ലേ മക്കളെ. അപ്പം നോക്കാം, കറണ്ടിന് വേണ്ട ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ എന്താണ്, 6 വോൾട്ടേജ് ആണ് അല്ലേ. എന്താണ് ഇവിടെ വോൾട്ടേജ് എത്രയാണ്, വോൾട്ടേജ് 6 വോൾട്ട് ആണ് അല്ലേ. പിന്നെ ഇവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അത് എത്രയാണ്, 2 ഓം ആണ്. നമുക്കറിയാം അല്ലേ, ഓംസ് ലോ എന്ന് നമുക്കറിയാം എന്താ,
വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണ്. എന്താണ് വി ഇസ് ഈക്വൽ ടു ഐ ആർ? അങ്ങനെയാണെങ്കിൽ ഐ എന്താടാ? വി ബൈ ആർ അല്ലേ. വി എത്രയാണ്? വി എന്ന് പറഞ്ഞാൽ 6 ആണ്, ആറ് 2 ആണ്, കട്ട് ചെയ്താൽ 3 അല്ലേ മക്കളെ? അധികം ടൈം എടുക്കണം, അടിച്ച് മിന്നിച്ച് പോയിക്കൂടെ? സിമ്പിൾ അല്ലടാ. ഓക്കെ, അപ്പം നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവിടെ മൂന്നാമത്തെ നോക്കിയിടാ, കാൽക്കുലേറ്റ് ദി ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദി 3 ohm റെസിസ്റ്റർ വെൻ കറണ്ട് പാസ് ഫോർ 3 minutes അല്ലേ. നമുക്ക് ഹീറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താ? ഹീറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എന്താണ് ഹീറ്റിൻ്റെ ഇക്വേഷൻ? എന്താ? ഐ സ്ക്വയർ ആർ ടി അല്ലേ. പിന്നെ വേറെ ഇക്വേഷൻ ഉണ്ട്, ഒന്നാണ് എന്ത്? എച്ച് ഇസ് ഈക്വൽ ടു വിറ്റ്. എന്താണ് വിറ്റ്? വി ഇൻറ്റു ഐ ഇൻറ്റു ടി. പിന്നെ ഒരു ഇക്വേഷൻ എന്താ? എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനുള്ളത് എന്താണ്? യൂസ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ ടൈം എത്രയാണ് തന്നുള്ളത്? നോക്കിയേ ടൈം എത്ര തന്നുള്ളത്? ടൈം ഈസ് ഗിവൺ ആസ് അല്ലേ 3 ohm പ്രതിരോധത്തിലൂടെ 3 മിനിറ്റ് നേരം വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിക്കപ്പെടുന്ന താപം എത്രയാണെന്നാണ് കണക്കാക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ടൈം എത്ര തന്നുള്ള മക്കളെ? അതായത് നമുക്ക് ടൈം എന്നുള്ളത് 3 മിനിറ്റ് അല്ലേ. അപ്പോൾ 3 മിനിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂടാ? ഇല്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡിലേക്ക് ആക്കണം അല്ലേ. എന്താണ് സാറേ? സെക്കൻഡിലോട്ട് ആക്കണം. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 60, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രടാ? 180 സെക്കൻഡിന് ടൈം കിട്ടി. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടെത്താൻ പറയുന്നത് ഹീറ്റ് അല്ലേ. കറണ്ട് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്, 3 ohm ആണ്. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എന്താ ഐ? എന്താ ഐ? 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു ആർ എത്രയാണ്? 2 ആണ്. ടൈം എത്രയാണ്? 180 ആണ് അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് വാല്യൂ കിട്ടൂടാ? നമുക്ക് 2160, ദാറ്റ് ഈസ് 2160, 2160 ജൂൾ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും എഴുതേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും യൂണിറ്റ് കൂടെ എന്ത് ചെയ്യണം? എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. റെഡി അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ മക്കളെ? നോക്കടാ മക്കളെ, നമ്മൾ 17ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നോക്കിയേ, ക്വസ്റ്റ്യൻ വായിച്ചിടാം. ഒബ്സർവ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ദി ഡിവൈസ് അല്ലേ. ഒരു ഉപകരണത്തിൻ്റെ രേഖാചിത്രം നൽകിയിട്ട് അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഓൾറെഡി എന്തുണ്ട് മക്കളെ? ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററി ആണെന്ന് മനസ്സിലായി. നമുക്ക് എന്ത് മനസ്സിലായി? ഇത് എന്ത് കേസാടാ? എന്ത് കേസാണ്? അത് ഒരു ഇലക്ട്രിക് മോട്ടോറാണ് അല്ലേ. എന്താണ്? ഇലക്ട്രിക് മോട്ടോറാണ്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട് ഐഡൻറ്റിഫൈ ദ ഡിവൈസ് ആൻഡ് എനർജി ടേക്സ് പ്ലേസ് അല്ലെ, എനർജി ചേഞ്ച് ടേക്സ് പ്ലേസ്. അതായത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഉപകരണം ഏതാണ്? ഇതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് അല്ലേ. ഊർജ്ജമാറ്റം എന്താണെന്ന് കൂടെ ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഉപകരണം ഏതാ മക്കളെ? DC മോട്ടർ അല്ലേ. എന്താണ് DC മോട്ടർ? ഇവിടുത്തെ എനർജി കൺവേർഷൻ അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ മാറ്റം ഇവിടെ എന്താ? ഇവിടെ എന്ത് എനർജി നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു അല്ലേ. എന്താണ്? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അല്ലേ. അതായത് വൈദ്യുത ഊർജ്ജം യാന്ത്രിക ഊർജ്ജമായി മാറുന്നു. ഇത് വൈദ്യുത ഊർജ്ജം യാന്ത്രിക ഊർജ്ജമായി മാറുന്നു. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ മക്കളെ? നോക്കിയാൽ നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് A and B. A and B എന്ന് രേഖപ്പെടുത്തിയ ഭാഗങ്ങൾ ഏതാണെന്ന് പറയും അല്ലേ. എ എന്താ? എ സിമ്പിളാണ്, ആർമേച്ചർ കോയിൽ അല്ലേ. എന്താണ് സിമ്പിളായിട്ട് പറയാം? ആർമേച്ചർ കോയിൽ. ബി എന്താടാ? ബി ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻറ്റ്. ഏതാടാ? അതാണ് എന്ത്? സ്പ്ലിറ്റ് റിങ്. എന്താടാ? സ്പ്ലിറ്റ് റിങ് അല്ലേ. സ്പ്ലിറ്റ് റിങ് ആണ് ഇവിടെ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? കമ്മ്യൂട്ടേറ്റർ അല്ലേ. അതായത് കറണ്ടിൻ്റെ ഡിറക്ഷൻ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? സ്പ്ലിറ്റ് റിങ്. സിമ്പിൾ അല്ലേ മക്കളെ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പറഞ്ഞതാ, സ്റ്റേറ്റ് ദ റൂൾ ദാറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ പാർട്ട് എ വെൻ ദിസ് ഡിവൈസ് വർക്ക്. അതിൻ്റെ ഡിറക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾ ഏതാടാ? സിമ്പിളാണ്. അതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഏതാടാ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം. റെഡി അല്ലേടാ? സിമ്പിൾ അല്ലേ? ഇനി നോക്കാം. അപ്പം നോക്കാം, നാലാമത്തെ ഭാഗം നോക്കാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ബി ഇൻ ദ ഡിവൈസ്? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്പ്ലിറ്റ് റിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ചേഞ്ചസ് ദി ഡിറക്ഷൻ ഓഫ് കറന്റ് ഇൻ എവറി ഹാഫ് റൊട്ടേഷൻ. ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റി മോട്ടോറിനെ തുടർച്ചയായി ഭ്രമണം ചെയ്യാൻ സഹായിക്കുന്നു. അതിൻ്റെ പേരാണ് എന്ത്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. എന്താടാ? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. നമ്മൾ ഇത് ജനറേറ്ററുമായി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മോട്ടോർ പഠിക്കാൻ വേണ്ടിയിട്ട്. സിമ്പിൾ അല്ലേ? ഇതാണ് എന്ത്? 17ാമത്തെ ക്വസ്റ്റ്യൻ. റെഡി അല്ലേ? ഇനി നമ്മൾ പോകുന്നത് 18ാമത്തെ ക്വസ്റ്റ്യനിലോട്ട്. അനലൈസ് ദ ഗിവൺ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. നമുക്ക് ടേബിളിൽ എന്ത് തന്നിട്ടുണ്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് അല്ലേ. എന്ത് തന്നിട്ടുണ്ട് മക്കളെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നോക്കിയടാ, ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? അറേഞ്ച് ദ മീഡിയ ഗിവൺ ഇൻ ദ ടേബിൾ ഇൻ ദി അസെൻഡിങ് ഓർഡർ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ്. എന്താണ്? ഇൻ ദി അസെൻഡിങ് ഓർഡർ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ്. നമുക്ക് നോക്കാം. സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു എന്താണ്? വി ഇസ് ഈക്വൽ ടു സി ബൈ എൻ. എന്താണ്? വി ഇസ് ഈക്വൽ ടു എന്താ? സി ബൈ എൻ. എന്താ സി എന്ന് പറഞ്ഞാൽ? സ്പീഡ് ഓഫ് ലൈറ്റ്. എന്താണ്? ലൈറ്റിൻ്റെ സ്പീഡ്. എൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റെഡി അല്ലേ മക്കളെ? അപ്പോൾ വി എന്താ? സ്പീഡ് ഇൻ ദി മീഡിയം. എന്താണ്? സ്പീഡ് ഇൻ ദി മീഡിയം. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ?
ഈ സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് അല്ലേ, അപ്പോൾ ഇവിടുത്തെ റിലേഷൻ എന്താടാ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ വെലോസിറ്റി കുറയും അല്ലെങ്കിൽ സ്പീഡ് കുറയും അല്ലേ. അല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മക്കളെ എന്ത് കുറയോടാ, എന്ത് കുറയും, സ്പീഡ് കുറയും. ഇവിടെ ചോദിച്ചത് ഏത് ഓർഡറിൽ ചെയ്യാനാണ്, പട്ടികയിലെ മാധ്യമങ്ങളെ എന്താണ് പ്രകാശ വേഗത്തിന്റെ ആരോഹണ ക്രമത്തിലാണ് അല്ലേ. ഏത് ഓർഡറാടാ, അസെൻഡിങ് ഓർഡർ. ഏത് ഓർഡറാണ്, അസെൻഡിങ് ഓർഡർ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുക. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറുതിൽ നിന്ന് ചെറുത് എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യുക, പിന്നെ അതിൽ നിന്ന് വലുത് എഴുതുക അല്ലേ, അതല്ലേ അസെൻഡിങ് ഓർഡർ. അത് നമുക്കറിയാം അല്ലേ, ചെറുതിൽ നിന്ന് വലുത് എഴുതുക. അപ്പോൾ നോക്കിയേ, അപ്പോൾ മക്കളെ നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചുള്ള എന്താ, അറേഞ്ച് ദ മീഡിയ given in the table in the ascending order of speed of light. പട്ടികയിലെ മാധ്യമങ്ങളെ പ്രകാശവേഗത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് ചോദ്യം. റെഡി അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് റിലേഷൻ എന്താണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ്, ദാറ്റ് ഈസ് വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാൽ എന്ത് കുറയും മക്കളെ, സ്പീഡ് കുറയും. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ആൾക്കാർക്ക് എന്ത് കുറയും, സ്പീഡ് കുറയും. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതേക്കല്ലേ മക്കളെ. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ തിരിച്ചാലോചിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ആളെ ആദ്യം പിടിക്കുക, അവർക്കാണ് സ്പീഡ് ഏറ്റവും കുറവ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ കിട്ടണമെങ്കിൽ, അതായത് സ്പീഡ് ഏറ്റവും കുറഞ്ഞ ആളെ തപ്പിയാൽ എന്താണ് നമ്മൾ മനസ്സിലാവുന്നത്, അവർക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം ആയിരിക്കും അല്ലേ. ആദ്യം ഗ്ലാസ്, പിന്നെ ഗ്ലാസിനേക്കാൾ കൂടിയ വാല്യൂ ആയിരിക്കും, ഗ്ലാസിനേക്കാൾ കൂടിയ വാല്യൂ കെറോസിന്, പിന്നെ കൂടിയ വാല്യൂ വാട്ടറിന്, പിന്നെ കൂടിയ വാല്യൂ എയറിന്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാക്സിമം ഉള്ള ആരാണ്, ഒരു ഗ്ലാസ്. ഈ ഗ്ലാസ്സിനായിരിക്കും എന്ത്, സ്പീഡ് ഏറ്റവും കുറവ് അല്ലേ. അത് ഇൻവേഴ്സ് റിലേഷൻ ആണ്. റെഡി അല്ലേ, സിമ്പിൾ അല്ലേ മക്കളെ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, വിൽ എ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് നോർമൽ ഓർ എവേ ഫ്രം ദ നോർമൽ വെൻ enters obliquely from water to kerosene. വൈ എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ജലത്തിൽ നിന്നും മണ്ണെണ്ണയിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം ലംബത്തോട് അടുക്കുകയാണോ അകലുകയാണോ ചെയ്യുന്നത്, എന്തുകൊണ്ട്. അതായത് ഇത്രയുള്ള മക്കളെ, നോർമലിന് ടുവേഴ്സ് നോർമലാണോ, എവേ ഫ്രം ദ നോർമലാണോ ആഫ്റ്റർ റിഫ്രാക്ഷൻ. സിമ്പിൾ അല്ലേ. നമ്മൾ നോക്കേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡിസസ് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് നോക്കുക. സിമ്പിൾ അല്ലേ. നോക്കിയാൽ ഇവിടെ തന്ന മീഡിയാസ് ഏതൊക്കെ, വാട്ടറിൽ നിന്ന് കെറോസിനിലേക്ക്. എവിടെ നിന്നാണ്, വാട്ടറിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നത്, വാട്ടറിൽ നിന്ന് കെറോസിനിലോട്ട്, വാട്ടറിൽ നിന്ന് കെറോസിനിലോട്ട്. നോക്കിയേ, വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയിടാ, നമുക്ക് ഇവിടെ എഴുതി വെക്കാം 1.33. കെറോസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയിടാ, 1.44. അപ്പോൾ നമ്മൾ മനസ്സിലായി എന്താ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി മീഡിയത്തിലോട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. എന്താണ് ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. റെഡി അല്ലേ മക്കളെ. അതായത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, ദ ലൈറ്റ് ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ വെൻ മൂവിങ് ഫ്രം വാട്ടർ ടു കെറോസിൻ ബിക്കോസ് ഓഫ് ലോവർ സ്പീഡ് ഇൻ ദി കെറോസിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, നോക്കിയേ, റെഡി അല്ലേ, സിമ്പിൾ അല്ലേടാ. നോക്കിയേ, മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ പ്രകാശ സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഈ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. റെഡി അല്ലേ. മൂന്നാമത്തെ നോക്കിയടാ, കാൽക്കുലേറ്റ് ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. നമ്മളോട് എന്താണ്, ഗ്ലാസ്സിലൂടെയുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടെത്താനാണ് ചോദ്യം അല്ലേ. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ എന്താണ്, സി ബൈ എൻ എന്ന് നമ്മൾ പറഞ്ഞു. സിയുടെ വാല്യൂ എന്താ, 3 × 10⁸ അല്ലേ. പിന്നെ ഗ്ലാസിൻ്റെ എന്നിൻ്റെ വാല്യൂ എന്താ, ദാറ്റ് ഈസ് 1.5 ആണ് അല്ലേ. 1.5 എന്ന് പറഞ്ഞാൽ എത്രയടാ, 3/2. P2 മുകളിലേക്കും 3 കട്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ എന്താ, 2 × 10⁸. എത്രടാ, 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. റെഡി അല്ലേ. അപ്പോൾ മക്കളെ നമ്മൾ 18 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. റെഡി അല്ലേ. ദ ഫോളോയിങ് ഫിഗർ ഷോസ് ഡിസ്പേർഷൻ ഓഫ് സൺലൈറ്റ് ത്രൂ എ ഗ്ലാസ് പ്രിസം അല്ലേ. അതായത് സൂര്യരശ്മി ഗ്ലാസ് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന പ്രകീർണനമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ചുവടെ ചിത്രീകരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ കളേഴ്സ് പി ആൻഡ് ക്യൂ അല്ലേ. പി ആൻഡ് ക്യൂ എന്ന വർണ്ണങ്ങൾ ഏതെന്ന് തിരിച്ചറിയുക. ഏതൊക്കെ കളർ ഉണ്ടാവുക നോക്കിയടാ. അതായത് ഇവിടെ ടോപ്പിൽ എപ്പോഴും എന്തുണ്ടാവുക, റെഡ് ഉണ്ടാവും, താഴെ എന്തുണ്ടാവും, വയലറ്റ് ഉണ്ടാവും. നമുക്കറിയുന്നതാണ്. പി എന്ന് പറയുന്നത് റെഡ് ആണ്, ക്യൂ എന്ന് പറയുന്നത് എന്താടാ, വയലറ്റ് ആണ്. റെഡി. ഒന്നാമത്തെ ചോദ്യമായി. റെഡി. രണ്ടാമത്തെ ചോദ്യം എന്താ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ഡിഫറൻസ് ഇൻ ദ ഡീവിയേഷൻ അല്ലേ. അതായത് ഈ രണ്ട് വർണ്ണങ്ങളുടെ വ്യതിയാനത്തിൽ വ്യത്യാസം ഉണ്ടല്ലേ. ദർ ഈസ് എ ഡിഫറൻസ് ഇൻ ഡീവിയേഷൻ. എന്താ കാരണം, ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് ഡിഫറൻസ് ഇൻ ദി വേവ് ലെങ്ത് അല്ലേ. എന്താണ്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് കളേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്. ഈ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തത്, വേരിയഡ് ഡീവിയേഷൻ ഇവിടെ സംഭവിക്കുന്നത്. റെഡി അല്ലേ മക്കളെ. അതായത് എന്താ, ചുവപ്പിനും വയലറ്റിനും കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇത് രണ്ടും കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഇവിടെ തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ. എന്ത് ഡിഫറൻസ് ഉണ്ടാ, തരംഗ ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഡീവിയേഷനിൽ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ. ഈ മൂന്നാമത്തത്, വിച്ച് കളർ ഈസ് യൂസ് ഇൻ ദ ടെയിൽ ലാമ്പ് ഓഫ് വെഹിക്കിൾ അല്ലേ. എന്താണ് ചോദ്യം, എന്താ, വാഹനങ്ങളുടെ ടെയിൽ ലാമ്പിൽ നൽകിയിരിക്കുന്ന നിറം ഏതാണ് അല്ലേ. നിറം ഏതാടാ, നമുക്ക് അറിയുന്ന കാര്യമല്ലേ, അത് റെഡ് ആണ് അല്ലേ. ഏത് കളറാടാ, റെഡ്. എന്താ കാരണം,
സ്കാറ്ററിംഗ് ലീസ്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട് അല്ലേ, ദീർഘദൂരത്തിൽ നല്ല വിസിബിലിറ്റി ഉണ്ടോ നോക്കാം. ചുവപ്പിന് തരംഗ ദൈർഘ്യം കൂടുതലാണ് അല്ലേ, വേവ് ലെങ്ത് കൂടുതലാണ്, അതിനാൽ വിസരണം സംഭവിച്ച് നഷ്ടപ്പെട്ടു പോവാതെ ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയുന്നു. അപ്പോൾ എന്താണ്, അകലെ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ നല്ല ശ്രദ്ധ കിട്ടും. അതാണ് എന്ത്, ഇവിടെ റെഡ് ലൈറ്റ് തന്നെ നമുക്ക് ടെയിൽ ലാമ്പിൽ യൂസ് ചെയ്യാം. കാരണം സിമ്പിൾ അല്ലേടാ. അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. 20th ക്വസ്റ്റ്യനിലോട്ട് കിടക്കണം അല്ലേ. എന്താണ് 20th ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഇലക്ട്രിസിറ്റി റിക്വയർഡ് ഫോർ ഓൾ പർപ്പസ് ഇൻക്ലൂഡിംഗ് ഹൗസ് ഹോൾഡ് യൂസസ് ഈസ് യൂഷ്വലി ജനറേറ്റഡ് അറ്റ് ഡിസ്റ്റൻറ്റ് പവർ സ്റ്റേഷൻ അല്ലേ. വാട്ട് ഈസ് മീൻ ബൈ ട്രാൻസ്മിഷൻ ലോസ് എന്താണ്, അതായത് പ്രസരണ നഷ്ടം. എന്താണ് പ്രസരണ നഷ്ടം എന്നാൽ എന്ത്? രണ്ടാമത്തെ ചോദ്യം എന്താടാ, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ ടു മിനിമൈസ് ദിസ് ലോസ്, അതായത് പ്രസരണ നഷ്ടം കുറയ്ക്കുവാൻ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ ഏതെല്ലാം എന്നാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്താ, ടു വിച്ച് ഡിവൈസ് ഈസ് ദ ഇലക്ട്രിക് ലൈൻ റീച്ചിങ് അവർ ഹോം ഈസ് കണക്റ്റഡ് ഫസ്റ്റ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഡിവൈസ്, നമ്മുടെ വീടുകളിൽ എത്തുന്ന വൈദ്യുത ലൈൻ ആദ്യം ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏത് ഉപകരണത്തിലേക്കാണ്, ഈ ഉപകരണത്തിൻ്റെ ഉപയോഗം എന്താണ്. ഇനി ലാസ്റ്റ് ചോദിച്ചത് എന്താ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വർക്കിംഗ് ഓഫ് എം സി ബി ആൻഡ് സേഫ്റ്റി ഫ്യൂസ്. നമുക്കറിയാം അല്ലേ, സേഫ്റ്റി ഫ്യൂസും എം സി ബിയും തമ്മിലുള്ള വ്യത്യാസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറയണമെന്നല്ലേ. ഗൃഹവൈദ്യുതി ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന എം സി ബി അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസ് എന്നിവയുടെ പ്രവർത്തനത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം. സിമ്പിളാണ് മക്കളെ, നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം അല്ലേ. ആദ്യം ട്രാൻസ്മിഷൻ ലോസ് എന്താണെന്ന് പറയാം. നോക്കിയേ, ദ ലോസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് റേഡിയേഷൻ ഡ്യൂറിങ് ട്രാൻസ്മിഷൻ അല്ലേ. ട്രാൻസ്മിഷൻ്റെ സമയത്ത് നമുക്ക് ഹീറ്റ് ആയിട്ടും റേഡിയേഷൻ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, സം എമൗണ്ട് ഓഫ് എനർജി നമുക്ക് നഷ്ടപ്പെടാം. അതാണ് എന്ത്, ട്രാൻസ്മിഷൻ ലോസ് അല്ലേ. എന്താണ്, ദൂരസ്ഥലത്തേക്ക് പവർ പ്രേക്ഷണം ചെയ്യുമ്പോൾ ചാലക കമ്പികളിൽ എന്തുണ്ടാവും, താപരൂപത്തിൽ വൈദ്യുതോർജ്ജം നഷ്ടപ്പെടുന്നു. ഇതിനാണ് എന്ത്, പ്രസരണ നഷ്ടം എന്ന് പറയുന്നത്. റെഡിയല്ലേ. ഇനി നമുക്ക് മിനിമൈസ് ദ ലോസ് നമുക്ക് എന്ത് ചെയ്യണം, കുറക്കണം. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒന്ന് കറണ്ട് കുറക്കുക, അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂട്ടുക, അല്ലെങ്കിൽ എന്താണ് വോൾട്ടേജ് ഒരു 220 kV ആക്കിയിട്ട് എന്ത് ചെയ്യുക, മാറ്റുക. അതായത് വോൾട്ടേജ് നല്ല അളവിൽ കൂട്ടുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ടും ഹീറ്റും എന്ത് ചെയ്യും, ലോസ് കുറക്കാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ എന്താ, പവർ ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, വോൾട്ടേജ് നല്ല രീതിയിൽ ഉയർത്തുക. ഒക്കെ ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും, കറണ്ട് കുറയുന്നതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. റെഡിയല്ലേ മക്കളെ, സിമ്പിൾ അല്ലേ. ഇനി മൂന്നാമത്തെ എന്താ, ഫസ്റ്റ് ഡിവൈസ് യൂസ് ടു ബി കണക്റ്റഡ്. നമ്മൾ ആദ്യം കണക്ട് ചെയ്യുന്നത് എന്താ, എനർജി മീറ്റർ. എന്താടാ, മെഷേഴ്സ് പവർ അല്ലേ. നമ്മൾ എനർജി മീറ്റർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക, പവർ കൺസപ്ഷൻ എത്രയെന്ന് നമ്മൾ അല്ലേ KCB നാളെ ഒന്ന് നോക്കൂല്ലേ. സിമ്പിൾ അല്ലേ മക്കളെ. നോക്കിയേ, വാട്ട് അവർ മീറ്റർ എന്ന് പറയും അല്ലേ, കിലോ വാട്ട് അവർ അല്ലേ, കിലോ വാട്ട് അവർ എന്ന് പറയില്ലേ മക്കളെ, ആ മീറ്റർ അല്ലെ, കിലോ വാട്ട് അവർ ആണ് അതിൽ അളക്കുക. അതിനെന്തെന്ന് പറയും മക്കളെ, വാട്ട് അവർ മീറ്റർ എന്ന് പറയും. റെഡിയല്ലേ. അതായത് വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജം അളക്കാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഡിവൈസ് അല്ലെങ്കിൽ ഈ ഉപകരണം യൂസ് ചെയ്യുന്നത്. റെഡിയല്ലേ. ഇനി ലാസ്റ്റ് ഭാഗം വരികയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ MCB ആൻഡ് ഫ്യൂസ് അല്ലേ. MCB എന്താണ്, തെർമൽ ആൻഡ് മാഗ്നറ്റിക് ഇഫക്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ആളാണ് ആര്, MCB. എന്നാൽ അതായത് പിന്നെന്താ, ഇറ്റ് ക്യാൻ ബി റീയൂസ്ഡ് ആൻഡ് യൂസ്ഡ് ഇൻ ലോ വോൾട്ടേജ് സർക്യൂട്ട് അല്ലേ. ബ്രേക്കർ ആണല്ലേ, ബ്രേക്കർ വീണ് നമുക്ക് പിന്നെ യൂസ് ചെയ്തൂടെ. ഫ്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മക്കളെ, ഫ്യൂസ് വർക്ക്സ് ഓൺ ദി തെർമൽ ഇഫക്റ്റ് ആണ്, നോട്ട് റീയൂസബിൾ ആൻഡ് യൂസ്ഡ് ഇൻ ബോത്ത് ലോ ആൻഡ് ഹൈ വോൾട്ടേജ്. പക്ഷേ എന്താണ്, MCB നമ്മൾ ലോ വോൾട്ടേജിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം നമുക്കിത് എന്ത് എക്സ്പ്ലെയിൻഡ് ആയിട്ട് നോക്കാം. എന്താ, സർക്യൂട്ടിൽ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ ഫ്യൂസ് വയർ എന്ത് ചെയ്യും, ഉരുകും, സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു. വൈദ്യുതി പ്രവാഹത്തിൻ്റെ താപഫലമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. ആവശ്യമുള്ളപ്പോൾ ഇത് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിൽ നിന്ന് മറ്റൊരു ഫ്യൂസ് വയർ വേണ്ടിവരും അല്ലേ, ഉപയോഗിക്കണം. അതാണ് എന്ത്, ഫ്യൂസ് വയർ. ഇനി MCBയുടെ ഉപയോഗം എന്താ, MCB സ്വയം നിയന്ത്രിതമാണ് അല്ലേ, സർക്യൂട്ട് വിച്ഛേദിക്കുന്നത്. ഇവിടെ എന്താ, താപഫലത്തോടൊപ്പം കാന്തിക ഫലവും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പ്രശ്നം പരിഹരിച്ചാൽ MCB സ്വിച്ച് തന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ചെയ്ത് സർക്യൂട്ട് പ്രവർത്തനക്ഷമമാക്കാം. ഫ്യൂസിൽ ചെയ്യുന്ന പോലെ മറ്റൊരു വയർ പുനഃസ്ഥാപിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, നമ്മൾ ഈ ഫിസിക്സിൻ്റെ മോഡൽ എക്സാമിന് 20 ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നമ്മൾ ഒരിക്കലും ഈ പേപ്പറിനെ കമ്പയർ ചെയ്യരുത്. നമ്മൾ ആനുവൽ എക്സാം ചിലപ്പോൾ കുറച്ച് ലെവൽ കൂടിയാലും മക്കളെ, അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ മാക്സിമം ലെവലിലാക്കിയിട്ട് അടിച്ച് പൊളിച്ച് പഠിക്കുക അല്ലേ. ഇനി 10 ദിവസമാണുള്ളത്. ഈ 10 ദിവസത്തിൽ നിങ്ങളെ പഠനം എന്ത് ചെയ്യുക, സൂപ്പർ സ്ട്രോങ് ആക്കുക. അപ്പോൾ നമ്മളെ കണ്ടൻറ്റ് വീഡിയോസും ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് മോഡൽ പേപ്പേഴ്സ് ആനുവൽ എക്സാം പേപ്പേഴ്സും ഡിസ്കഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസ്കഷനിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് എടുത്തു തരേണ്ട ടോപ്പിക്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമ്മളെ ക്ലാസ് ഫിസിക്സിൻ്റെയും ബാക്കി സബ്ജക്റ്റുള്ള ക്ലാസ്സൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കളെ തകർത്ത് എഴുതുക. അപ്പോൾ ആനുവൽ എക്സാമിന് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിവിഷൻ ബൂസ്റ്റർ ക്ലാസ്സുമായിട്ടൊക്കെ നമ്മൾ എത്താം. അപ്പോൾ അതുവരേക്കും സൈനിങ് ഓഫ്. താങ്ക് യു.